സ്വാഗതം സയന ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ദിവസം ഞാനൊരു ഏഞ്ചൽ മെസ്സേജ് ചോദിക്കുന്നില്ല. ബിക്കോസ് എല്ലാ ദിവസവും ഏഞ്ചൽസ് മെസ്സേജ് തരുന്ന വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പകരം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് അയക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് എന്താണ് താങ്കൾ അറിയേണ്ടത് എന്ന 2 കാർഡാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് സന്ദേശവും രണ്ടാമത്തെ കാർഡ് ഗൈഡൻസുമാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് നമുക്ക് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് എന്നുള്ളത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു കർഷകനാണ് അദ്ദേഹം. എന്താണ് ചെയ്യാൻ പോകുന്നത്? അദ്ദേഹം ഒരു റിസ്ക് എടുക്കാൻ പോവുകയാണ്. അതായത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടൊരു റിസ്ക്. അപ്പോൾ ഈ കാർഡ് സാധാരണഗതിയിൽ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങാൻ, നമ്മുടെ ഇല്ലാത്ത കാശെടുത്ത് നമ്മൾ ഇറങ്ങാൻ, അല്ലെങ്കിൽ നാം ആത്മവിശ്വാസത്തോടു കൂടി ചില പ്രൊജക്ട്സ്, അതേസമയം നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായിട്ടുള്ള അറിവോ ഇതോ ഇല്ലെങ്കിലും വിശ്വസിക്കും എന്ന് പറയുന്ന ഒരു ഇതിൽ നിൽക്കുന്ന ഒരു കാർഡാണത്. അപ്പോൾ പുതിയതായിട്ട് എന്തോ ഒന്ന് തുടങ്ങാൻ താങ്കളുടെ മനസ്സിൽ താങ്കൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഈ കാർഡ് നമ്മളോട് പറയുന്ന നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. അതിവേഗം മുന്നോട്ട് പോകാനാണ് പറയുന്നത്, വളരെയധികം ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. നൈറ്റ് എന്ന് പറയുന്ന കാർഡുകളെല്ലാം ഫോക്കസിൻ്റെ കാർഡുകളാണ്. ഈ വ്യക്തിനെ കണ്ടറിയാൻ പറ്റും, വളരെ വേഗത്തിൽ അദ്ദേഹം ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം താങ്കളുടെ ഭാവിയിലെ ഫിനാൻസിനെ പറ്റിയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് താങ്കൾ പുതിയ വല്ല പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ മുന്നോട്ട് പോകുക, ഫോക്കസ് ചെയ്യുക. അതേസമയം പെട്ടെന്ന് വിരളി പിടിച്ച് ചെയ്യാനും പാടില്ല എന്ന് പറയുന്നു. ഒന്ന് ചിന്തിച്ച് വളരെ ഫോക്കസോട് ചെയ്യുക. താങ്കൾക്ക് സമയം അനുകൂലമാണ് എന്നാണ് ഈ കാർഡുകൾ പറയുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.